കർത്താവായ യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, സർവ്വ മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഈ ലോകത്തിൽ വെളിപ്പെട്ട് തന്നിരിക്കുന്നു. ഈ കൃപ നമ്മെ പഠിപ്പിക്കുന്നത് നാം ഭക്തിരഹിതവും ലൗകികവുമായ മോഹങ്ങൾ ഉപേക്ഷിച്ച് വിവേകത്തോടും നീതിയോടും ഭക്തിയോടും കൂടി ഈ ലോകത്തിൽ ജീവിക്കണം എന്നാണ്. നാം പഴയ പാപജീവിതം വെടിഞ്ഞ് ദൈവത്തിന് പ്രീതികരമായ ഒരു പുതിയ ജീവിതശൈലി സ്വീകരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഈ കൃപ നമ്മെ അനുദിനം വിശുദ്ധിയിലേക്ക് നയിക്കണം. ഭാഗ്യകരമായ പ്രത്യാശയും നമ്മുടെ മഹാനായ സർവശക്തനായ ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യക്ഷപ്പെടലിനായി നാം കാത്തിരിക്കുകയാണല്ലോ. അവിടുന്ന് നമുക്ക് വേണ്ടി തന്നെ ബലിയാക്കി സകല അധർമ്മങ്ങളിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാനും സൽപ്രവൃത്തികളിൽ തീക്ഷ്ണതയുള്ളവരും തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കപ്പെട്ടവരുമായ ഒരു ജനതയെ വാർത്തെടുക്കുവാനും അവിടത്തേക്ക് തിരുമനസ്സായി. ഈ ക്രിസ്തു വിശ്വാസം നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ദിശാബോധവും നൽകുന്നു. ഈ സത്യങ്ങൾ നാം ദൃഢമായി വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും വേണം. കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മുടെ മനസ്സുകളെ നിറച്ച് പരിശുദ്ധാത്മാവിൻ്റെ വഴിയെ ചലിച്ച് പരിശുദ്ധാത്മാവിനാൽ കത്തിജ്വലിച്ച് മറ്റുള്ളവർക്ക് വിളക്കായി നമുക്ക് മാറാം. മറ്റുള്ളവർക്ക് നമ്മെ തന്നെ അപ്പമായി മുറിച്ച് നൽകിക്കൊണ്ട് കർത്താവ് കുരിശിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച ആ ഉദാത്തമായ സ്നേഹം നമ്മളുടെ ഉള്ളിൽ പൂർണ്ണമായി നിറച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മെ തന്നെ കർത്താവ് പൂർണ്ണമായി നൽകിയതുപോലെ നമുക്ക് നൽകാം. അതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക. കർത്തൃ സാക്ഷികളായി ജീവിക്കാം, വിശുദ്ധിയിൽ ജീവിക്കാം, കർത്താവിൻ്റെ മഹത്വപൂർണമായ രണ്ടാം വരവിന് വേണ്ടി കൊതിയോടെ ജാഗരൂകരായി കാത്തിരിക്കാം.